പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. (2026) നടക്കാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് കമ്പനി ബോർഡ്, LGS, VFA, CPO, WCPO, ഡിഗ്രി ലെവൽ എക്സാമുകൾ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങുന്ന മുഴുവൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നല്ല ഒരു വിഭവം നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കിട്ടുകയാണ് മാസ്റ്റർ ക്ലാസ്സിലൂടെ. ഇന്ന് നമ്മുടെ ഈ മാസ്റ്റർ ക്ലാസ്സിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. ഈ 4ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നല്ലൊരു സയൻസ് ക്ലാസ് ആണ്. ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഏവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സയൻസിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജെനറ്റിക്സ് ആണ്. ഓക്കെ, ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട SSLCയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ഭാഗങ്ങളാണ്. ബയോളജിയുടെ ആദ്യ ചാപ്റ്ററുകൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് സാറ് വന്നിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കുറെ സ്വഭാവങ്ങൾ നമ്മളിലോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി എന്ന് പറയും. അപ്പൊ മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ സന്താന പരമ്പരകളിലേക്ക് വ്യാപിക്കുന്നതിനെ എന്ത് വിളിക്കും? പാരമ്പര്യം എന്ന് പറയും, ഹെറിഡിറ്റി എന്ന് പറയും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും വിഭിന്നമായ ചില സ്വഭാവങ്ങൾ നമ്മളിൽ ഇല്ലയോ? ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? വേരിയേഷൻസ് എന്ന് പറയും, വ്യതിയാനങ്ങൾ എന്ന് പറയും. അപ്പോ മാതാപിതാക്കളുടെ കുറെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയും. എന്നാൽ മാതാപിതാക്കളിൽ നിന്നും വിഭിന്നമായ സ്വഭാവങ്ങളും നമ്മളിലുണ്ട്. അതിനെ നമ്മൾ വേരിയേഷൻസ് എന്ന് പറയും. എന്നാൽ ഇതിനെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഹെറിഡിറ്റിയെ കുറിച്ചും അതേപോലെ വേരിയേഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബയോളജിയിൽ ഒരു പാഠഭാഗമുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയും. അപ്പൊ 3 പോയിന്റുകളാണ് നമ്മൾ ഈ സ്ലൈഡിൽ നിന്ന് പഠിക്കുന്നത്. എന്താണ്? മാതാപിതാക്കളുടെ കുറെ കോപ്പികൾ തനതായി കുട്ടികളിലേക്ക് വരാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെനറ്റിക്സ് അല്ലെങ്കിൽ പാരമ്പര്യം. എന്നാൽ മാതാപിതാക്കളിൽ നിന്നും ഡിഫറൻ്റ് ആയി സന്താനങ്ങളിലേക്ക് വരുന്ന സ്വഭാവങ്ങളെയാണ്, പ്രകടമാകുന്ന സ്വഭാവ ഗുണങ്ങളെയാണ് നമ്മൾ വേരിയേഷൻസ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേരാണ് ജനിതക ശാസ്ത്രം എന്ന്. ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് പകരുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വേരിയേഷൻസ് പ്രകടമാകുന്നത് എന്ന് ആദ്യമായി വാദിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ഗ്രിഗർ മെൻഡൽ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1822 മുതൽ 1884 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. പഠിക്കണം. 1822 മുതൽ 1884 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ബയോളജിയുടെ ഏറ്റവും അതുല്യനായ പ്രതിഭയായ ഗ്രിഗർ മെൻഡൽ പറയുകയാണ്, ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വേരിയേഷൻ പ്രകടമാകുന്നത് എന്ന്. ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആയി കണക്കാക്കപ്പെട്ട ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന വ്യക്തി. പരീക്ഷയിൽ ചോദിക്കും, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാര് എന്ന്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ആണ്. ഉത്തരം പറയണം. എന്നാൽ ഇദ്ദേഹത്തിന്, ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാലും ഗ്രിഗർ മെൻഡൽ തന്നെയാണ്. മെൻഡൽ അദ്ദേഹത്തിന്റെ ജനിതക ശാസ്ത്ര സംബന്ധമായ പഠനങ്ങൾക്ക് വേണ്ടി വിധേയമാക്കിയ സസ്യം ഏതാണ്? അത് ഒരു പയറ് ചെടിയാണ്. തോട്ടപ്പയർ എന്നറിയപ്പെടുന്ന ഒരു പയറ് ചെടിയിലാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. പരീക്ഷണങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ ആ ഒരു എക്സ്പെരിമെന്റ് കാണാം. പലരും എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുമുണ്ട്. അപ്പോ എക്സ്പെരിമെന്റ് നമുക്ക് ഇവിടെ ഒരു പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പറയാത്തത്. SCERT ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ എക്സ്പെരിമെന്റ് കൃത്യമായി പറഞ്ഞു പോകും. എന്തായാലും ജനിതക ശാസ്ത്രത്തെ കുറിച്ച് ഒരു പഠനത്തിന് വേണ്ടി മെൻഡൽ വിധേയമാക്കിയ സസ്യം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് തോട്ടപ്പയർ ആണ് എന്ന്.
മെന്റലിന്റെ കണ്ടെത്തലുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച വർഷം 1866 1822 മുതൽ 1884 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1866 മെന്റൽ തന്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിക്കുന്നത്. മെന്റലിനെ കൂടാതെ ഹെറിഡിറ്റിയുമായി ബന്ധപ്പെട്ട ഇതേപോലെയുള്ള സമാനമായ പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ ഉള്ള റിസൾട്ടുകൾ പറഞ്ഞ വ്യക്തികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് കോറൻസ് എന്ന് പറയുന്ന വ്യക്തി, രണ്ടാമത്തെ ആളുടെ പേര് ഷെർമാർക്ക് എന്ന് പറയുന്ന വ്യക്തി, മൂന്നാമത്തെ ആളുടെ പേര് ഡിവ്രീസ് എന്നാണ്. ഇങ്ങനെ 3 പേരാണ് മെന്റലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മെന്റലിനെ കൂടാതെ ഈ പാരമ്പര്യമായ സ്വഭാവങ്ങളുടെ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സിന്റെ പ്രേഷണം എങ്ങനെയാണ് മാതാപിതാക്കളിൽ നിന്നും സ്വഭാവങ്ങൾ എക്സൈറ്റ് ആയിട്ട് മക്കളിലേക്ക് വരുന്നത് എന്ന പരീക്ഷണങ്ങൾ നടത്തിയ, അതിന്റെ പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വ്യക്തികളാണ് കോറൻസ്, കാൾ കോറൻസും എറിക് ഷെർമാർക്കും ഹ്യൂഗോ ഡിവ്രീസും. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, മെന്റലീവ് എന്ന് പറയുന്ന വ്യക്തിയുടെ അനുമാനങ്ങൾ നിയമങ്ങളായി പുനരാവിഷ്കരിക്കപ്പെട്ട വർഷം, ഉത്തരം പറയണം 1900. 1900 അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. മെന്റലീവിന്റെ അനുമാനങ്ങൾ, മെന്റലീവ് എന്തെല്ലാമാണോ അദ്ദേഹത്തിന്റെ പയറുചെടി പരീക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയത്, അതിനെ അപ്പാടെ സയൻസ് ലോകം വിശ്വസിച്ചില്ല ആദ്യമൊക്കെ. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇൻഫറൻസുകളെല്ലാം തന്നെ നിയമങ്ങളായി പുനഃപ്രസിദ്ധീകരിക്കപ്പെടുന്നു. വർഷം 1990 അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ നിയമങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 1900. ഇത്രയും ഓക്കെയാണ്. ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ബയോളജിയിലെ ഏറ്റവും വലിയൊരു ശാഖയ്ക്ക് അടിത്തറ പാകിയതാരാണ്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രിഗർ മെന്റലിന്റെ കാലഘട്ടം എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ നിയമങ്ങളായി പ്രസിദ്ധീകരിച്ച വർഷം എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയ ചെടി ഏതാണ്? സസ്യം ഏതാണ്? ഇതെല്ലാം PSC പരീക്ഷകളിൽ ഉണ്ടാവും. നമ്മൾ കൃത്യമായി ഉത്തരം എഴുതും, കാരണം നമ്മൾ മാസ്റ്റർ ക്ലാസ് കാണുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജീനുകളെ കുറിച്ചാണ്, അലീലുകളെ കുറിച്ചാണ്. ശ്രദ്ധിക്കണം, മാതാപിതാക്കളിൽ നിന്നും, മാതാപിതാക്കളുടെ സ്വഭാവമാണല്ലോ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക അല്ലെ? കുഞ്ഞുണ്ടാവുന്നത് മാതാപിതാക്കളിൽ നിന്നാണല്ലോ അല്ലെ? അപ്പോ മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ കുഞ്ഞിലേക്ക് വരുന്നത് ലിംഗകോശങ്ങളിലൂടെയാണ്, സ്പേമിലൂടെയും എഗ്ഗിലൂടെയുമാണ്. വ്യക്തമാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു സ്പേം വരയ്ക്കുകയാണ്. ഈ സ്പേം ഒരു കോശമാണ്, എഗ്ഗ് ഒരു കോശമാണ്. സ്പേം പിതാവിലും എഗ്ഗ് അമ്മയിലും. ഈ 2 കോശങ്ങളാണ്, ഈ കോശങ്ങളിലൂടെയാണ് മാതാപിതാക്കളുടെ സ്വഭാവ ഗുണങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത്, വ്യാപിക്കുന്നത്. അങ്ങനെ വ്യാപിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ ഇവര് പേറുന്നുണ്ട്. മക്കളിലേക്ക് വ്യാപിക്കാൻ കാരണമാകുന്ന ചില സാധനങ്ങൾ ഇതിലുണ്ട്. അവരെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ജീനുകൾ. ഈ ജീനുകൾ കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലെ, അതായത് ലിംഗകോശങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമുകളിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. ശ്രദ്ധിക്കണം, വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലായില്ലെങ്കിൽ പഠിക്കരുത്. ഇതാണ് നമ്മുടെ തത്വം. മനസ്സിലാക്കി പഠിക്കുക. മാതാപിതാക്കളിൽ നിന്ന് കുറച്ച് സ്വഭാവങ്ങൾ മക്കളിലേക്ക് എത്തിയത് മാതാപിതാക്കളുടെ ലിംഗകോശങ്ങളിലൂടെയാണ്. ആ ലിംഗകോശങ്ങളിൽ ഈ സ്വഭാവത്തെ പേറുന്ന, സ്വഭാവത്തെ ക്യാരി ചെയ്യുന്ന ചില ഘടകങ്ങൾ ആ ലിംഗകോശങ്ങൾക്കകത്തുണ്ട്. അതിരിക്കുന്നത് എവിടെയാണ്? ആ കോശങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമുകളിലാണ്. ആ ഘടകങ്ങളെ നമ്മൾ ജീനുകൾ എന്ന് പറയും. അപ്പൊ നേരത്തെ ഗ്രിഗർ മെന്റൽ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹെറിഡിറ്ററിക്ക് കാരണം ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ എന്ന് ഗ്രിഗർ മെന്റൽ ഉദ്ദേശിച്ചത് ആരെയാണ്? ജീനുകളെയാണ്. സന്താനങ്ങളിൽ നിന്നും അല്ല, മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങളിലേക്ക് സ്വഭാവങ്ങൾ പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്വഭാവ ഗുണങ്ങൾ മക്കളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രിഗർ മെന്റൽ നേരത്തെ പറഞ്ഞു, അതാണ് ഹെറിഡിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ഹെറിഡിറ്റിക്ക് കാരണമാകുന്നത് ഘടകങ്ങളാണ് എന്നും മെന്റൽ പറഞ്ഞു. ഈ ഘടകങ്ങൾ ഏതാ? പിന്നീട് ആൾക്കാർ കണ്ടുപിടിച്ചു. ഈ ഘടകങ്ങൾ എന്ന് മെന്റൽ ഉദ്ദേശിച്ചത്
ജീനുകളെയാണ്. ജീൻ എവിടെയാ കാണപ്പെടുന്നേ? ലിംഗകോശങ്ങളുടെ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിലാണ് ജീനുകൾ കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? വ്യക്തമാണോ? നമുക്ക് ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ കോഡ് ചെയ്യുന്ന ഒരു ജീനും നമ്മളിലുണ്ടാവും. ആ ജീനുകൾക്ക് 2 തരങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ അലീലുകൾ എന്ന് വിളിക്കുക. അലീലുകൾ. സാധാരണയായി നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ജീനിനും 2 അലീല് കാണും. ഒരു ജീനിന് 2 അലീലുകൾ കാണും. ഇത് വളരെ വ്യക്തമായി എന്താണ് ജീൻ എന്നും എന്താണ് അലീലെന്നും മനസ്സിലാക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് DNA കുറിച്ചാണ്. നമ്മൾ DNA കൊച്ചു ക്ലാസ് പോലെ നമ്മൾ കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്നും സന്താനങ്ങളിലേക്ക് സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ബയോമോളിക്യൂളിൻ്റെ അകത്ത് പറയാറുണ്ട് DNA-യും RNA-യും. എന്താണ് DNA? DNA എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ കൃത്യമായ പേര്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ 1953 DNA-യുടെ കൃത്യമായ സ്ട്രക്ചർ ആദ്യമായി വിവരിക്കുന്നത് 2 വ്യക്തികളാണ്. ആ വ്യക്തികളുടെ പേര് ഒന്ന് ജെയിംസ് വാട്സണും 2 ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ്. 1953 DNA എന്ന് പറയുന്ന ഒന്നിന്റെ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മോളിക്യൂളായ DNA-യുടെ സ്ട്രക്ചർ ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്ത ആളിന്റെ പേരാണ് ജെയിംസ് വാട്സണും അതേപോലെ ഫ്രാൻസിസ് ക്രിക്കും. ഇതില് ജെയിംസ് വാട്സൺ ഈ ഇടയ്ക്കാണ് അദ്ദേഹം മരണപ്പെട്ടത്. 2025 നവംബർ മാസം 6-ാം തീയതിയാണ് ജെയിംസ് വാട്സൺ മരണപ്പെടുന്നത്. അതുകൊണ്ട് റീസെന്റ് ആയി നടന്ന ഒരു കാര്യമായതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൃത്യമായിട്ട് പഠിച്ചോണം. ഓക്കെ, ഇപ്പോ ശ്രദ്ധിച്ചു, 1953 എന്ന് പറയുന്ന ഒരു വർഷത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 1953 DNA-യുടെ സ്ട്രക്ചർ കൊണ്ടുവരുന്നത്. 1962 ജെയിംസ് വാട്സണും ക്രിക്കിനും നൊബേൽ സമ്മാനം കിട്ടുന്നു. നൊബേൽ സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ DNA എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളുടെ പ്രത്യേകതകളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമായ DNA-യുടെ സ്ട്രക്ചറാണ് കൊണ്ടുവന്നത്. ചെറിയ കാര്യമല്ല. 1962 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും നൊബേൽ സമ്മാനം കിട്ടുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വർഷം തന്നെയാണ്. ഓക്കെ, ഈ DNA-യുടെ തന്മാത്രാ ഘടന കൃത്യമായി പറയാൻ വേണ്ടി ജെയിംസ് വാട്സണെയും ഫ്രാൻസിസ് ക്രിക്കിനെയും ഒക്കെ സഹായിച്ച ഒരു സംഭവമാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ചിത്രം. DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ആ ഒരു ചിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം എടുത്തതാരാണ്? ഒരു ചിത്രത്തിലുണ്ടാണ് ജെയിംസ് വാട്സണും അതേപോലെ ക്രിക്കിനുമൊക്കെ ഈ ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി DNA-യുടെ കൃത്യമായ കോമഡി മാതൃക എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഹെലിക്കൽ മോഡൽ, ലാഡർ മോഡൽ ഓഫ് DNA എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയത്, ആ ചിത്രം എടുത്ത ആളിന്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. ഓക്കെ, റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ എന്നാണ് അവരുടെ കൃത്യമായ പേര്. ആ പേരും കൂടി വ്യക്തമായി പഠിച്ചു വെക്കണം. DNA-യുടെ സ്ട്രക്ചർ ചോദിച്ചാൽ പറയണം 2 പോളിന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ്. 2 പോളിന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് DNA-യുടെ സ്ട്രക്ചർ. 2 പോളിന്യൂക്ലിയോടൈഡുകൾ. എന്താണ് പോളിന്യൂക്ലിയോടൈഡുകൾ എന്ന് നമുക്ക് പിന്നീട് പറയാം. 2 എണ്ണം. ഇതില് ഒരു പോളിന്യൂക്ലിയോടൈഡിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതിന്റെ ഒരു എൻഡ് 3' എന്നും അടുത്ത എൻഡ് 5' എന്നും അറിയപ്പെടുന്നു. അടുത്തതിന്റെ ഒരു എൻഡ് 5' എന്നും അടുത്ത എൻഡ് 3' എന്നും അറിയപ്പെടുന്നു. 2 പോളിന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് ഒരു DNA സ്ട്രക്ചർ. ആരാ പറഞ്ഞത്? ക്രിക്കും വാട്സണും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു DNA നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റുഗോവണി മാതൃക പ്രകാരം 2 ഇഴകൾ ചേർന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്നാൽ ഇംഗ്ലീഷിൽ പറയേണ്ടത് DNA molecule is composed of 2 polynucleotide chain. ഓക്കെ, 2 polynucleotide ചെയിനുകൾ ചേർന്നിട്ടാണ് എന്ന് പറയും. ഇനി ഈ ചുറ്റുഗോവണിയിൽ ഒരു DNA-യുടെ സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ എടുത്താൽ
ഈ ചുറ്റുകോവണിയിലെ നെടിയ ഇഴകൾ എന്ന് പറഞ്ഞാൽ ഈ നേരെ കാണപ്പെടുന്ന ഇഴകൾ ഈ ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർത്തിട്ടാണ്. DNA ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത പദാർത്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ പറയണം, ഷുഗർ വേണം, പഞ്ചസാര വേണം. രണ്ടു തരം പഞ്ചസാരയുണ്ട്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഒരു പഞ്ചസാരയും ഉണ്ട്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പഞ്ചസാരയും ഉണ്ട്. റൈബോസ് എന്ന് പറയുന്ന പഞ്ചസാരയും ഉണ്ട്. നമുക്ക് DNA ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഈ പഞ്ചസാര എടുക്കണം. RNA ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ റൈബോസ് എന്ന് പറയുന്ന പഞ്ചസാര എടുക്കണം. അപ്പൊ DNA ഉണ്ടാക്കാൻ വേണ്ട ഒരു സാധനം ഷുഗർ ആണ്. രണ്ടാമത്തത് ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. മൂന്നാമത് വേണ്ടത്, ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് മൂന്നാമത് ഞാൻ പറയുന്നത്, ഒരു നൈട്രോജീനിയസ് ബേസ് ആണ്. അതിനകത്ത് തന്നെ രണ്ട് ബേസ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്, പ്യൂരിനും പിരമിഡിൻ. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ വേണം. നമുക്കൊരു DNA അല്ലെങ്കിൽ RNA ഉണ്ടാക്കാൻ 3 ബേസിക് കമ്പോണന്റ് വേണം. ഏതൊക്കെ വേണം? ഒന്ന്, ഒരു നൈട്രോജീനിയസ് ബേസ് വേണം. നൈട്രോജീനിയസ് ബേസിൽ 2 ടൈപ്പ് ഉണ്ട്. നൈട്രോജീനിയസ് ബേസിൽ പ്യൂരിനും ഉണ്ട്, പിരമിഡിനും ഉണ്ട്. പിന്നെ ഒരു ഷുഗർ വേണം, പിന്നെ ഒരു ഫോസ്ഫേറ്റും വേണം. ഇത്രയും വെച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കേണ്ടത്? DNA ഉണ്ടാക്കേണ്ടത്. ഈ DNAയിൽ ഈ നേരിയ, കണ്ടോ, ഈ ഒരു നീളത്തിൽ കാണപ്പെടുന്ന ഈ റിങ്, ഇതിനകത്ത് എന്തൊക്കെയുള്ളൂ? നൈട്രജൻ ബേസുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്, ഈ നേരിയ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി DNA പ്രധാനമായി കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, അതുപോലെ തന്നെ ഗ്വാനിൻ. ഓക്കെ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്ന് പറയുന്ന 4 നൈട്രോജീനിയസ് ബേസുകളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. DNA അഡിനിനുമായി ചേരുന്ന നൈട്രോജീനിയസ് ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം, അത് തൈമിനാണ്. അഡിനിൻ തൈമിനുമായിട്ടാണ് ചേരുന്നത്. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒരു പ്ലെയിൻ സ്ലൈഡ് എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു DNA അല്ലെങ്കിൽ RNA, ഇത് രണ്ടിനെയും നമ്മൾ എന്ത് പറയും? ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. ഇനി നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു DNAയും അല്ലെങ്കിൽ RNA ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകങ്ങളാണ്, ഒരു ബേസ് വേണം, ഒരു ഷുഗർ വേണം, ഫോസ്ഫേറ്റ്. ഇത് 3 ബേസിക് കമ്പോണന്റ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് DNA ഉണ്ടാക്കേണ്ടത്. DNA ഉണ്ടാക്കാൻ ഒരു ബേസ് വേണം, ഷുഗർ വേണം, ഫോസ്ഫേറ്റ് വേണം. ബേസ് 2 തരമുണ്ട്, പ്യൂരിനും ഉണ്ട്, പിരമിഡിനും ഉണ്ട്. പ്യൂരിനകത്ത് 2 പ്യൂരിൻ ബേസ് ആണുള്ളത്, അഡിനിനും ഗോനിനും. എന്നാൽ പിരമിഡിനകത്ത് തൈമിനും യുറാസിലും ഉണ്ട്. തൈമിനുണ്ട്, സൈറ്റോസിനുണ്ട്, യുറാസിലുണ്ട്. ഇവിടെ ഷുഗർ 2 അവൈലബിൾ ആണ്, ഡിയോക്സി റൈബോസും. അപ്പൊ നമ്മളിപ്പോ DNA ആണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ ഷുഗറെ എടുക്കാവൂ, റൈബോസ് എടുക്കാൻ പാടില്ല. ഫോസ്ഫേറ്റ് ഒരു ബോണ്ടാണ്, ഒരു ഫോസ്ഫേറ്റ്, അങ്ങനെയാ. ഇത്രയും സാധനങ്ങളാണ് DNA ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് DNA ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. DNA ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുന്ന്, അതായത് നമുക്ക് DNA ഉണ്ടാക്കാൻ ഞാൻ ആദ്യം ഒരു അഡിനിൻ എടുത്തു. രണ്ടാമത് ഈ അഡിനിൻ ഒരു ഷുഗറിനെ ചേർത്തു. ഷുഗർ, ഞാൻ S എന്നാണ് ഷുഗറിന് കൊടുക്കുന്നത്, ഷുഗർ. എന്നിട്ട് അടുത്തത് ഒരു എന്താ പറയാ, ഗ്വാനിൻ എടുത്തു. അടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഒരു തൈമിൻ എടുത്തു. അടുത്ത് ഇവിടെ നിന്ന് ഒരു സൈറ്റോസിൻ എടുത്തു. യുറാസിൽ എടുക്കാൻ പാടില്ല, യുറാസിൽ DNA നിർമ്മാണത്തിന് ഉപയോഗിക്കില്ല. ഇങ്ങനെ നമ്മൾ പിന്നീട് അങ്ങനെ തൈമിൻ, സൈറ്റോസിൻ ഇങ്ങനെയുള്ള ബേസുകളെല്ലാം ഇങ്ങനെ ചേർത്ത് ഷുഗർ വെച്ചിട്ടാണ് ചേർക്കുന്നത്. ഓക്കെ, ഷുഗർ വെച്ച് ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഇനി ഒരു DNA എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോ ഒരു DNA ഉണ്ടാക്കാൻ ഇവിടെ 4, ഇതിനകത്ത് 5 ബേസ് ഉണ്ട്. അതിൽ 4 എണ്ണം നമുക്ക് ആവശ്യമുള്ളൂ. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അഡിനിൻ വേണം, ഗ്വാനിൻ വേണം, തൈമിൻ വേണം, സൈറ്റോസിൻ വേണം, യുറാസിൽ വേണ്ട. DNA ഉണ്ടാക്കാൻ യുറാസിൽ വേണ്ട, RNA ഉണ്ടാക്കാൻ യുറാസിൽ വേണം. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ ഇതിൽ ഞാൻ ആദ്യം ഒരു അഡിനിൻ എടുക്കുന്നു, പിന്നെ ഞാനൊരു ഷുഗർ എടുത്തു, പിന്നെ അടുത്ത് വീണ്ടും ഒരു ഗ്വാനിൻ എടുത്തു, വീണ്ടും ഒരു ഷുഗർ എടുത്തു, അടുത്ത് വീണ്ടും ഞാനൊരു സൈറ്റോസിൻ എടുത്തു, ഷുഗർ എടുത്തു, തൈമിൻ എടുത്തു, ഷുഗർ എടുത്തു, പിന്നെ തൈമിൻ എടുത്തു, ഷുഗർ എടുത്തു, അഡിനിൻ എടുത്തു, ഷുഗർ എടുത്തു. ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു ബേസിനെ ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബേസിനെ ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്താൽ അതിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. എന്നിട്ട് ഈ ന്യൂക്ലിയോസൈഡ് ഇതേപോലെ ഓരോരുത്തരും ഇങ്ങനെ ഒരു ബേസും ഒരു ഷുഗറും ചേരുന്നു. അതേപോലെ ഒരു ബേസ് ഷുഗറും ചേരുന്നു. ഒരു ബേസ് ഷുഗറും ചേർന്നാൽ നമ്മൾ അതിനെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. എന്നിട്ട് ഈ ന്യൂക്ലിയോസൈഡുകളെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ലിങ്ക് വെച്ചിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നു. ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ ലിങ്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കുമ്പോൾ
ഇത് കണ്ടോ, ഇതുമായിട്ട് ലിങ്ക് ആയി. അപ്പൊ നമ്മൾ അതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നു. ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെ ന്യൂക്ലിയോടൈഡുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഇഴയായി. ഒരു ഇഴ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ, നമ്മൾ കണ്ടോ DNA ഒരു ഇഴയായി. അപ്പൊ അങ്ങനെയാണ് ഒരു ഇഴ ഉണ്ടാകുന്നത്. ഇതേപോലെ രണ്ടാമത്തെ ഇഴയും ഇതേപോലെ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ രണ്ടാമത്തെ ഇഴ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടോ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി പിണഞ്ഞു പോകുന്നത് പോലെ വരയ്ക്കാൻ ഒരു കാരണമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഇഴയിലെ അഡിനിനും രണ്ടാമത്തെ ഇഴയിലെ ആരുമായിട്ടാ, തൈമിനുമായിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. ഡബിൾ ബോണ്ട്, ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടുത്തെ ഗ്വാനിൻ ഇവിടുത്തെ സൈറ്റോസിനുമായി ട്രിപ്പിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഹെലിക്കൽ മാതൃകയിൽ വരും. അങ്ങനെയാണ് ഒരു DNA സ്ട്രക്ചർ പോകുന്നത് എന്നാണ് ആര് പറഞ്ഞത്? വാട്സണും ക്രിക്കും കൃത്യമായി പറഞ്ഞത്. അപ്പോ ഈ DNA നിർമ്മാണത്തിന് എന്തെല്ലാം വേണം? ഒരു നൈട്രോജീനിയസ് ബേസ് വേണം, ഷുഗർ വേണം, ഫോസ്ഫേറ്റ് വേണം. ഷുഗർ എത്ര ടൈപ്പ് ഉണ്ട്? 2 അതിൽ ഏത് മാത്രമേ എടുക്കാവൂ? ഡിയോക്സി റൈബോസ് മാത്രമേ എടുക്കാവൂ, റൈബോസ് എടുക്കാൻ പാടില്ല. എന്നാൽ ബേസിലാണെങ്കിലോ 5 ബേസ് ഉണ്ട്, അതിൽ യുറാസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ബേസും ഷുഗറും ചേരുമ്പോൾ ന്യൂക്ലിയോസൈഡ് ആവും, ഫോസ്ഫേറ്റും കൂടെ ചേരുമ്പോൾ ന്യൂക്ലിയോടൈഡ് ആവും. ഇങ്ങനെ അതുപോലെ എല്ലാ നൈട്രോജീനിയസ് ബേസുകളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വലിയൊരു ചെയിൻ കിട്ടും. അതുപോലത്തെ 2 ചെയിനുകളാണ് ഒരു DNA. ഒരു ചെയിനിലെ അഡിനിൻ അടുത്ത ചെയിനിലെ തൈമിനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും ബൈ ഡബിൾ ബോണ്ട്. എന്നാൽ രണ്ടാമത് പിന്നീട് ഗ്വാനിൻ സൈറ്റോസിനുമായി ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഒരു DNA പോകുന്നത്. അപ്പോ ഞാൻ ചോദിക്കാൻ പോവുകയാണ് നിങ്ങളുടെ അടുത്ത്, DNA ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം? അത് തന്നെ പറഞ്ഞോ, എന്തെല്ലാം വേണം? നൈട്രോജീനിയസ് ബേസ് വേണം, ഷുഗർ വേണം, ഫോസ്ഫേറ്റ് വേണം. അപ്പം ഒരു ചെയിനിലെ അഡിനിൻ അടുത്ത ചെയിനിലെ ആരുമായിട്ടാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്? തൈമിനുമായിട്ട് അല്ലെ. എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്വാനിൻ, അപ്പൊ അഡിനിനും തൈമിനും തമ്മിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ട്. അപ്പൊ ഗ്വാനിൻ ആരുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്? അടുത്ത ചെയിനിലെ സൈറ്റോസിനുമായിട്ടാണ്. വെരി ഗുഡ്, ട്രിപ്പിൾ ബോണ്ടാണ് അല്ലെ. എങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ DNA തന്മാത്ര എന്ത് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് ഉണ്ടാവുന്നത്. ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോസൈഡ്. എന്താണ് ന്യൂക്ലിയോസൈഡ്? ഒരു ബേസും ഒരു ഷുഗറും ചേർന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് DNA ഒന്നാമത്തെ ചെയിൻ ഉണ്ടായത്. അതേപോലെയാണ് രണ്ടാമത്തെ ചെയിൻ ഉണ്ടാവുന്നത്. എന്നിട്ട് ഈ ഒന്നാമത്തെ ചെയിനിലെ അഡിനിനും രണ്ടാമത്തെ ചെയിനിലെ തൈമിനും, ഒന്നാമത്തെ ചെയിനിലെ തൈമിനും രണ്ടാമത്തെ ചെയിനിലെ അഡിനിനും തമ്മിൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ഗ്വാനിനും ഇപ്പുറത്തുള്ള സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കും. ഇവിടുത്തെ സൈറ്റോസിനും ഇവിടുത്തെ ഗ്വാനിനും തമ്മിലും ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഇത് റൈറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ക്രിയേറ്റഡ് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? വ്യക്തമായോ? ഇത് ആരാ പറഞ്ഞത്? 1953 ഇതിന്റെ സ്ട്രക്ചർ കൊണ്ടുവരുന്നത്. അവർക്ക് നൊബേൽ സമ്മാനം കിട്ടി. 1962 അവർക്ക് നൊബേൽ സമ്മാനം കിട്ടി. നൊബേൽ സമ്മാനം കൊടുത്തേ പറ്റൂ. അത്രയും വിശദമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആര് പറഞ്ഞത്? വാട്സണും ക്രിക്കും പറഞ്ഞത്. വാട്സൺ എന്നാ മരണപ്പെട്ടത്? 2025 നവംബർ 6 തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ന്യൂക്ലിയോസൈഡിൽ എന്തെല്ലാം ഉണ്ട്? ഒരു ബേസും ഒരു ഷുഗറും. ഒരു ബേസും ഒരു ഷുഗറും ചേർന്നാൽ ന്യൂക്ലിയോസൈഡ്. അപ്പൊ ന്യൂക്ലിയോടൈഡോ? ഒരു ബേസ്, ഒരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളെ വിളിക്കുന്ന പേരാണ്. അതെന്തൊക്കെയാണ്? നൈട്രജൻ ബേസുകൾ. നൈട്രജൻ ബേസ് ഏതൊക്കെയുണ്ട്? പ്യൂരിനും ഉണ്ട്, പിരമിഡിനും ഉണ്ട്. പ്യൂരിനകത്ത് ഏതൊക്കെയാ പറഞ്ഞത്? അഡിനിനും ഗ്വാനിനും. പിരമിഡിനകത്ത് ഏതൊക്കെയാ പറഞ്ഞത്? തൈമിനും സൈറ്റോസിനും യുറാസിലും. DNA നിർമ്മാണത്തിന് ഏത് ഉപയോഗിക്കൂല? യുറാസിൽ ഉപയോഗിക്കൂല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി DNA നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ്? എത്ര തരം പഞ്ചസാരയുണ്ട്? 2 തരം പഞ്ചസാരയുണ്ട്. ഏതൊക്കെയാണത്? ഡിയോക്സി റൈബോസ് ഷുഗറും ഉണ്ട്, റൈബോ ഷുഗറും ഉണ്ട്. ഏതാണ് DNA നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ RNA എന്ന് പറയുന്ന ഒരു സാധനത്തെ പഠിക്കാൻ പോവുകയാണ്.
ന്യൂക്ലിക് ആസിഡ് എന്നാണ് സ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിക്കുന്നത്. DNA-യും RNA-യും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിക് ആസിഡ്. RNA കുറിച്ച് നമുക്ക് കേൾക്കാം. എന്താണ് RNA? DNA പോലെ തന്നെയുള്ള DNA-യോളം പ്രത്യേകതകളും പ്രാധാന്യവും മനുഷ്യ ശരീരത്തിലുള്ള മറ്റൊരു ബയോമോളിക്യൂളാണ് RNA എന്ന് പറയുന്നത്. ഓക്കെ, ഈ RNA നിർമ്മിച്ചിരിക്കുന്നതും DNA നിർമ്മിച്ചത് പോലെ തന്നെയാണ്. എങ്ങനെയാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു ബേസ് വേണം, ഒരു ഷുഗർ വേണം, എന്നിട്ടോ ഒരു ഫോസ്ഫേറ്റ് റിങ് വേണം. ഇത്രയും ആവുമ്പോഴാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ഒരു ചെയിൻ ക്രിയേറ്റഡ് ആവും. കുറെ ന്യൂക്ലിയോടൈഡ് ആവുമ്പോഴത്തേക്കും ഒരു ചെയിൻ ആവും. അതിനെ നമ്മൾ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ DNA-യും RNA-യും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, DNA-യിൽ രണ്ട് ചെയിൻ ഉണ്ട്, എന്നാൽ RNA-യിൽ ഒറ്റ ചെയിനേ ഉള്ളൂ. ആ ചെയിനിനകത്ത് തന്നെയാണ് ഈ പറയുന്നത് പോലെ ബോണ്ടിങ് എല്ലാം നടക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഒറ്റ ചെയിനേ ഉള്ളൂ, ആ ചെയിനകത്ത് തന്നെയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഷുഗർ ഉപയോഗിക്കുമ്പോൾ ഡിയോക്സി റൈബോ ഷുഗറിന് പകരം റൈബോസ് ഷുഗർ ആണ് RNA-യുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ബേസിനകത്ത് അഡിനിൻ ഉപയോഗിക്കും, ഗ്വാനിൻ ഉപയോഗിക്കും. എന്നാൽ തയമിൻ ഉപയോഗിക്കില്ല. തയമിൻ വേണ്ട. തയമിന് പകരം നമ്മൾ യുറാസിൽ ഉപയോഗിക്കും. സൈറ്റോസിനുണ്ട്, യുറാസിൽ ഉപയോഗിക്കും. 4 ബേസ് ഉപയോഗിക്കും. അതിൽ തയമിൻ വരൂല. ഓക്കെ ആണ്? ഓക്കെ, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഇതെല്ലാം പഴയതുപോലെ തന്നെ. പക്ഷെ ഈ ബോണ്ട് എല്ലാം ഒരേ ചെയിനിൽ തന്നെ നടക്കും. നേരത്തെ വ്യത്യസ്തമായ ചെയിനിൽ വന്നതുകൊണ്ടാണ് അതിങ്ങനെ ചേർന്ന് പോയത്. ഇവിടെ അങ്ങനെയല്ല, ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ തന്നെ എല്ലാ ബോണ്ടിങ്ങും നടക്കും. അപ്പൊ അതിങ്ങനെ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ പോലെ തോന്നിക്കും. ഒറിജിനലി അങ്ങനെയല്ല, അങ്ങനെ തോന്നിപ്പിക്കും. ഓക്കെ, അപ്പം എല്ലാ RNA-കളിലും ഒരു ഇഴ മാത്രമേ ഉള്ളൂ, ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ മാത്രമേ ഉള്ളൂ. DNA-യിലാണെങ്കിൽ അത്തരത്തിൽ 2 എണ്ണം ഉണ്ടാവും. നമ്മൾ നേരത്തെ കുറെ നേരം കൊണ്ടേ നമുക്കൊരു ഓരോരോ സ്വഭാവങ്ങളുണ്ട് അല്ലെ. ആ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു അല്ലെ. ആ സ്വഭാവങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് പറയുന്നു അല്ലെ, നമ്മുടെ ഓരോ സ്വഭാവങ്ങൾക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ മെറ്റബോളിക് റിയാക്ഷൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന, നമ്മുടെ ജീവൻ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന കുറെ ഉപാപചയ പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സിനും കാരണമാകുന്നതുമായ എല്ലാം നിശ്ചിത പ്രോട്ടീനുകളുടെ പ്രവർത്തനം കൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിയന്ത്രിക്കാനും അതിനെയൊക്കെ കൃത്യമായി നിലനിർത്താനും, അതേപോലെ തന്നെ ശരീരത്തിലുള്ള സ്വഭാവങ്ങൾ, നമ്മുടെ പ്രത്യേക സ്വഭാവങ്ങൾക്കൊക്കെ കാരണമാകുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നത് DNA-യിലാണ്. അവിടെയാണ് കളി. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്താണ്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പ്രോട്ടീന്റെ നിർമ്മാണം. എന്തിനാണ് ഈ പ്രോട്ടീന്റെ നിർമ്മാണം നടക്കാൻ കാരണം? നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്നത് നിശ്ചയമായിട്ടുള്ള പ്രോട്ടീനുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കണം. ഈ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന്റെ വിവരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് DNA-യിലാണ്. ആ DNA-യിലാണ്. ഈ DNA-യുടെ നിശ്ചിത ഭാഗങ്ങളെയാണ് നമ്മൾ ജീനുകൾ എന്ന് പറയുന്നത്. ഈ ജീനുകളുടെ ഒരു ജീനിന് 2 തരങ്ങളുണ്ട്. അതിനെയാണ് അലീലുകൾ എന്ന് പറയുന്നത്. എന്തോ ഇവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയത് കണ്ടോ? മനസ്സിലായോ? അപ്പോൾ DNA പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ വിവരങ്ങളൊക്കെ, പ്രോട്ടീൻ നിർമ്മാണം നടന്നേ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീന്റെ നിർമ്മാണം നടന്നേ പറ്റുള്ളൂ. ഈ പ്രോട്ടീന്റെ നിർമ്മാണത്തിന്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ജീനുകളിലാണ്. ജീനുകൾ DNA-യിലാണ്. ഓക്കെ, ഇനി DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കില്ല. പക്ഷെ പ്രോട്ടീൻ നിർമ്മാണം നടക്കണമെങ്കിൽ DNA വേണം. DNA നേരിട്ട് പോയി പ്രോട്ടീന്റെ നിർമ്മാണങ്ങൾക്ക് സഹായിക്കില്ല. നേരിട്ട് പ്രവർത്തനമില്ല. പക്ഷെ DNA ഇല്ലാതെ പ്രോട്ടീൻ നിർമ്മാണം നടക്കുകയില്ല. അപ്പം DNA നേരിട്ട് പോകാത്തത് കൊണ്ട് DNA അത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? RNA ഉള്ളത്. 3 തരം RNA ആണുള്ളത്. mRNA, rRNA, tRNA. mRNA മെസ്സഞ്ചർ RNA. പ്രോട്ടീൻ നിർമ്മാണം നടക്കണമെങ്കിൽ അമിനോ ആസിഡ് വേണം. ആ അമിനോ ആസിഡുകളെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് അതിനെ സംബന്ധിക്കുന്ന മെസ്സേജുകൾ കൊടുക്കുന്നതാണ് മെസ്സഞ്ചർ RNA.
റൈബോസോമിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ റൈബോസോമൽ RNA, tRNA, ആ അമിനോ ആസിഡുകളെ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് tRNA. അങ്ങനെ 3 തരം RNA ഉണ്ട്. പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് DNA-യിലാണ്. പക്ഷെ DNA പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കൂല, പകരം RNA വെച്ച് കളിക്കും. RNA 3 തരമുണ്ട്: mRNA, rRNA, tRNA. ഇനി റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത് DNA-യിലെ സന്ദേശങ്ങൾ പകർത്തിക്കൊണ്ടുവരുന്ന DNA-ക്ക് എന്ത് പറയാനുണ്ടോ? DNA പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാത്തതുകൊണ്ട് അവിടെ പോയി സന്ദേശങ്ങളെല്ലാം പകർത്തിയിട്ട് ആര് വരും? RNA വരും. ആ RNA-യുടെ പേരെന്താ? mRNA. ഓക്കെ, അപ്പോൾ DNA പറയാനുള്ളത് ആര് പറയും? ഈ mRNA പറയും. സന്ദേശവാഹകർ, മെസ്സഞ്ചർ RNA എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി പറ പ്രോട്ടീന്റെ നിർമ്മാണം നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രോട്ടീന്റെ നിർമ്മാണം നടക്കണമെങ്കിൽ അമിനോ ആസിഡ് വേണം. മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീന്റെ നിർമ്മാണം നടക്കാൻ 20 അമിനോ ആസിഡുകളാണ് വേണ്ടത്. 20 അമിനോ ആസിഡ് വേണം. മനുഷ്യ ശരീരത്തിനകത്ത് പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കണമെങ്കിൽ ആര് വേണം? പ്രോട്ടീൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ്. 20 അമിനോ ആസിഡ് വേണം. 20 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതില് 10 നമ്മുടെ ശരീരം നിർമ്മിക്കും, 10 ഭക്ഷണത്തിലൂടെ കിട്ടും. ഇനി അമിനോ ആസിഡുകളുടെ റൈബോസോമിൽ എത്തിക്കണം. നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതുമായ അമിനോ ആസിഡുകളെ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടി കോശങ്ങൾക്കുള്ളിലെ റൈബോസോമിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്ന RNA വിളിക്കുന്ന പേരാണ് tRNA, ട്രാൻസ്ഫർ RNA. ഇനി അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള DNA-യുടെ മെസ്സേജുകൾ, DNA-യുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് mRNA. ഓക്കെ, ഈ റൈബോസോമിൽ വെച്ചിട്ടാണ് ഇത് നടക്കേണ്ടത്. അവിടെ ഒരു RNA ഉണ്ട്. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് rRNA. അങ്ങനെ 3 RNA-കളുണ്ട് പ്രോട്ടീന്റെ നിർമ്മാണത്തെ സഹായിക്കാൻ. പ്രോട്ടീൻ എന്ത് വെച്ചാണ് ഉണ്ടാക്കേണ്ടത്? അമിനോ ആസിഡുകൾ വെച്ചാണ്. എത്ര അമിനോ ആസിഡ് വേണം? 20 അമിനോ ആസിഡ് വേണം. ഗ്ലൈസിൻ, അലനൈൻ, വാലൈൻ, ലൂസിൻ, ഐസോലൂസിൻ, ഇങ്ങനെ കുറെ ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ അമിനോ ആസിഡുകളുണ്ട്. അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 20 അമിനോ ആസിഡുകൾ വേണം നമ്മുടെ ശരീരം നിർമ്മിക്കാൻ. അപ്പോ ഈ പ്രോട്ടീന്റെ നിർമ്മാണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഇതൊരു വലിയ പാഠഭാഗമാണ്. ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുമ്പോൾ മോളിക്കുലാർ ബയോളജി എന്നാണ് ഇതിനെ പറയുക. ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്കൊരു PSCക്ക് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. DNA ആണ് എല്ലാം. പക്ഷെ DNA പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോവില്ല, പകരം RNA വെച്ച് ബാക്കിയെല്ലാം ഓപ്പറേറ്റ് ചെയ്യും. അതിന് 3 ടൈപ്പ് RNA ഉണ്ട്: mRNA, rRNA, tRNA. DNA-ക്ക് പറയാനുള്ളതെല്ലാം DNA mRNA-യോട് പറയും. mRNA നേരെ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വന്ന് കാര്യങ്ങളൊക്കെ DNA ചെയ്യുന്നത് പോലെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. tRNA എന്താ ചെയ്യുക? അമിനോ ആസിഡുകളെ കൃത്യമായ സ്ഥലത്തേക്ക് എത്തിക്കും. rRNA റൈബോസോമിൽ വെച്ചിട്ട് ഇവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇതാണ് ഈ 3 RNA-യുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. പ്രോട്ടീൻ നിർമ്മാണം ശരീരത്തിൽ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും നമ്മുടെ സ്വഭാവ സവിശേഷതകളെയൊക്കെ നിയന്ത്രിക്കാനുമൊക്കെ ചില പ്രോട്ടീനുകൾ ആവശ്യമാണ്. ഈ പ്രോട്ടീനുകളെയൊക്കെ നിർമ്മാണം നടക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രോട്ടീൻ നിർമ്മാണത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മോളിക്കുലാർ ബയോളജി. പ്രോട്ടീൻ നിർമ്മാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും കോഡ് ചെയ്തിപ്പെട്ടിരിക്കുന്നത് DNA-യിലാണ്. ഈ DNA-യിൽ നിന്നാണ് mRNA രൂപപ്പെടുന്നത്. ഈ mRNA ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടതുണ്ട്. ന്യൂക്ലിയസിനകത്താണ് DNA ഇരിക്കുന്നത്. അപ്പൊ ആ DNA അതിനകത്ത് വെച്ച് mRNA രൂപപ്പെടുത്തുന്നു. എന്നിട്ട് mRNA ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരുന്നു. ന്യൂക്ലിയസിന്റെ പുറത്താണ് റൈബോസോം ഉള്ളത്. അവിടെ mRNA റൈബോസോമിലേക്ക് എത്തുന്നു. ന്യൂക്ലിയസിന്റെ ഇതാണ് സെല്ലെങ്കിൽ ഇതാണ് ന്യൂക്ലിയസ്, ഇതാണ് റൈബോസോം. ഇതിനകത്താണ് DNA mRNA ഉണ്ടാക്കുന്നു. എന്നിട്ട് ന്യൂക്ലിയസിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് tRNA എന്ന് പറയുന്ന ഒരു RNA അവിടെ ഉണ്ട്. tRNA വിവിധ തരം അമിനോ ആസിഡുകളെ എല്ലാം റൈബോസോമിലേക്ക് tRNA എത്തിക്കുന്നു. mRNA ന്യൂക്ലിയസിൽ നിന്ന് ഇവിടേക്ക് എത്തി, tRNA അമിനോ ആസിഡും കൊണ്ട് റൈബോസോമിലെത്തി. ഇനി mRNA-യിലെ സന്ദേശം അനുസരിച്ച് പ്രോട്ടീനുകൾ ഇതിനകത്ത് കൂടിച്ചേരപ്പെടുന്നു, പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് പ്രോട്ടീന്റെ നിർമ്മാണം നടക്കുന്നത്.
പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് DNA-യുടെയും RNA-യുടെയും പ്രത്യേകതകൾ, DNA-യുടെയും RNA-യുടെയും സ്ട്രക്ചർ, എന്താണ് മെന്റലീവിനെ കുറിച്ചുള്ള PSCയുടെ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പരീക്ഷ വേണം. ഈ കഴിഞ്ഞ ടോപ്പിക് എല്ലാം വെച്ചിട്ട് ഒരു പരീക്ഷ, അടുത്ത ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമുക്ക് 5 ക്ലാസ് ആവും. ഈ 5 ക്ലാസ്സിന്റെ ഒരു പരീക്ഷ, ഒരു ഗംഭീരമായ പരീക്ഷ നടത്തണം. വേണ്ടേ? വേണം. അപ്പോ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ആയി, നമുക്ക് എത്രത്തോളം ഈ ക്ലാസ് ഉപകാരപ്പെട്ടു നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിനേഷൻ വേണമെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യക്തമായി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാസ്റ്റർ ക്ലാസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മാസ്റ്റർ ക്ലാസ്സിൽ നിന്ന് എന്തെല്ലാമാണ് നമുക്ക് ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ ചോദിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക. നോട്ടൊക്കെ എഴുതിയെടുക്കുക. ടെലഗ്രാമിലും കൂടി ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ബൈ ബൈ.